ശ്രീ സി വർഗീസ്, ഈ മനുഷ്യ വന്യജീവി സംഘർഷം മലയോര മേഖലകളിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. അവിടെ നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് 1972 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ്. ഇപ്പോൾ അതിലൊരു ഭേദഗതിക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങുകയാണ്. ഒരുപാട് നിയമപരമായ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ മുൻപിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും സാധ്യമായ എല്ലാ കാര്യവും ചെയ്യുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്? ഒന്ന്, ഏറ്റവും ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ച് ധീരമായ നിലപാടെടുത്ത LDF ഗവൺമെന്റിന് പ്രത്യേകമായി ഇടുക്കി ശിക്ഷയുടെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണം നേരിടുന്ന ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുക, നന്ദി രേഖപ്പെടുത്തുക. 1900 ഇവിടെ ഇപ്പോ സൂചിപ്പിച്ച പോലെ 1972 ടൈഗർ പ്രോജക്ട് നിയമം നടപ്പാക്കിയതിന്റെ ഭാഗമായി UDF കോൺഗ്രസ് ഗവൺമെന്റ് ആണ് തേക്കടിക്ക് പുറമെ ഇവിടെ എരവികുളവും അതുപോലെ തന്നെ 3 വന്യമൃഗ സംരക്ഷണ പ്രത്യേകമായ മേഖലയെ പ്രഖ്യാപിച്ചത്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ സമൂഹത്തിനിടയിൽ മലയോര മേഖല ജനങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് വന്യജീവിയുടെ ആക്രമണത്തിന്റെ ഭാഗമായി മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തമായ നിലപാടാണ്. ഈ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനപക്ഷ നിലപാടുകൾ ജനകീയ വികാരങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വലിയ സ്വീകാര്യതയാണ് ഈ വിഷയത്തിനകത്ത് ജനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ജനവിരുദ്ധമായ നയങ്ങളെയും, അത് ഭൂപ്രശ്നങ്ങളായാലും ആ ഭൂവിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് നിലപാട്, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിനെ അങ്ങേയറ്റം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ശ്രീ വർഗീസ്, ഇപ്പോൾ നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ കേന്ദ്ര നിയമമാണ്, 1972 കേന്ദ്ര നിയമമാണ്. ഒരു സംസ്ഥാനം ആ നിയമത്തിലൊരു ഭേദഗതിയുമായി ഇറങ്ങുമ്പോൾ ഒരുപാട് ചട്ടങ്ങൾ നമ്മുടെ മുൻപിൽ ബാക്കി നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യുക, അതാണ് ലക്ഷ്യമിടുന്നത്. രാഷ്ട്രപതിയുടെ അനുമതി അടക്കം ഈ ബില്ല് പാസ്സാകുന്ന സമയത്ത് നമുക്ക് വേണ്ടിവരും. കാരണം കേന്ദ്ര നിയമമാണല്ലോ നമ്മൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ നിയമം എല്ലാം ഉണ്ടാക്കിയ കോൺഗ്രസ് നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ കാപട്യത്തിന്റെ വിചിത്രതയുടെ രാഷ്ട്രീയമാണ് ഇന്ന് കേരളം കാണുന്നത്. കാരണം 72 ടൈഗർ പ്രോജക്ട് നീക്കം, 73 അതിനുശേഷം കൊണ്ടുവന്നില്ല പരിസ്ഥിതി സംരക്ഷണം, 86 വനം വന്യജീവി സംരക്ഷണ നിയമം എല്ലാം ഉണ്ടാക്കിയതിന്റെ അക്രമകാരികളായിട്ടുള്ള ഉപദ്രവകാരികളായിട്ടുള്ള ആനയും വന്യമൃഗങ്ങളും ജനങ്ങളെ കൊല്ലുമ്പോൾ അതിൽ തങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ ദുരന്തത്തിന് വിധേയമാകുന്ന ആളുകളുടെ മൃതശരീരം എടുത്തുകൊണ്ട് സമരഭവനത്തേക്ക് വന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള കാപട്യ രാഷ്ട്രീയമാണ് കേരളത്തിൽ UDF നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന പല നിർദ്ദേശങ്ങളും തള്ളിക്കളയുമ്പോൾ അവിടെ കമായി എന്നൊരു അക്ഷരം മിണ്ടാൻ മലയോര മേഖല ഉൾപ്പെടുന്ന മേഖലയിലുള്ള കോൺഗ്രസ് MPമാര് ഒരക്ഷരം പോലും മിണ്ടുന്ന നിലപാടെടുക്കുന്നില്ല. കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നിയമത്തെ കുറെ കൂടെ കർക്കശമാക്കിയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള BJPയും LDF ഗവൺമെന്റിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമായിട്ടാണ് കേരളത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. മരണപ്പെടുത്തുന്ന നിരപരാധികളായ ആളുകളെ അതിന്റെ പേര് രാഷ്ട്രീയമെടുക്കുന്ന നിലപാടിനുള്ള ചുട്ട മറുപടിയാണ് ഈ പുതിയ സംസ്ഥാന ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഈ നിയമം എന്ന കാര്യം തർക്കമില്ല. ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഈ ധീരമായ നടപടിയുടെ ഭാഗമായി ഒരു പൊൻതൂവലൂടെ തുന്നിച്ചേർക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കമില്ല. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ രാഷ്ട്രീയപരമായി കോൺഗ്രസിന്റെയും BJPയുടെയും ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നില്ലേ? പല ഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്തതാണ്. കാരണം 1970 പറയൂ. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കും. ഈ കാര്യത്തിൽ വലിയ സ്വീകാര്യത ജനങ്ങളുടെ ഉണ്ടാവും. മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് പോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോ ഇവിടെ പല ആളുകളും LDFനെതിരായി ഉപയോഗപ്പെടുത്ത രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വിചിത്രമായ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ചുട്ട മറുപടി നൽകും. ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഇക്കാര്യത്തിലുണ്ടാവും. ആനയെ മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ ആ കൊലപ്പെടുത്തുന്ന ജനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുമ്പോൾ
അത് കൊടുക്കേണ്ട നിലപാട് സ്വീകരിക്കും. അത് കിട്ടാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരായി ഒരക്ഷരം പോലും കോൺഗ്രസിന്റെ എംപിമാര്, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള കോൺഗ്രസ് എംപിമാർ, ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ, അവിടുന്ന് വയനാട്ടിൽ തുടങ്ങിയ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ, ഇടുക്കിയിലെത്തിയ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരായി കമായെന്നൊരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇടപെടാൻ കഴിയില്ല എന്നാണ് തീർച്ചയായും പ്രിയങ്ക ഗാന്ധി കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞത്. അതാ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്തെടുത്തുള്ള നിലപാട് വലിയ സ്വീകാര്യതയാണ്. ജനപക്ഷ നിലപാടിനോട് ജനങ്ങളോടൊപ്പം ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ആവർത്തിച്ച പ്രഖ്യാപനമാണ്. ജനങ്ങൾ വലിയ ആശ്വാസവും വലിയ പിന്തുണയും ആർജിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേവലമായി വോട്ടിനും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും അപ്പുറമായി ജനങ്ങളുടെ വികാരങ്ങളോടൊപ്പം ജനങ്ങളുടെ വിചാരങ്ങൾ മനസ്സിലാക്കുന്ന ഭരണാധികാരികളാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് ആവർത്തിച്ചുള്ള പിണറായി സർക്കാരിന്റെ ആവർത്തിച്ച പ്രഖ്യാപനത്തിന്റെ ഏറ്റവും വലിയ ജനസ്വീകാര്യതയാണ് ഈ ബില്ലിലൂടെ ദൃശ്യമാകാൻ പോകുന്നത് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. വളരെയധികം നന്ദി ശ്രീ സി വി വർഗീസ് അവസരത്തിൽ പ്രതികരിച്ചത്.